നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സന്തോഷകരമായുള്ളൊരു എപ്പിസോഡാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 7 മോഹൻലാലിൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ പ്രൊമോട് കൂടിയിട്ട് നമ്മുടെ ഒരു ആൾക്കാരെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന് തുടങ്ങും ഇന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ബിഗ് ബോസ് തുടങ്ങുന്നത് ആഗസ്റ്റ് 3-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കണിന് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ ആരെല്ലാം വരും, ബിഗ് ബോസിൽ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നല്ല മത്സരാർത്ഥികൾ തന്നെയാണ് വരുന്നത്. എല്ലാവരെയും ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരായിട്ട് അതിൽ ചിലർ വരാം, ചിലർ വരാതിരിക്കാം. എന്തൊക്കെ സംഭവിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ വളരെ വളരെ കോൺഫിഡൻസ് ആയുള്ള സീക്രട്ടാണ്. അതിൽ നിന്നൊക്കെ എവിടെന്നെങ്കിലൊക്കെ നുള്ളി പറക്കി കിട്ടുന്നതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ 7 എന്തായാലും യാഥാർത്ഥ്യമായി എന്ന് പറയാം. ഇത് പ്രതിസന്ധിയിലാണെന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഉള്ളുകളികളുണ്ട്. പ്രതിസന്ധി അതൊക്കെ ഞാനൊന്ന് സംസാരിക്കാം നിങ്ങളോട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കോടികൾ ചിലവുള്ളൊരു സംഭവമാണ്. തമിഴിൽ കമലഹാസനെ മാറ്റി വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചോടുകൂടി തമിഴ്നാട്ടിൽ കഴിഞ്ഞ സീസൺ പൊളിഞ്ഞു പോയി. പരസ്യത്തിന് വളരെ പൈസ കുറവാണെന്നു, പരസ്യക്കാർ കുറവാണ്, സ്പോൺസേഴ്സ് കുറവാണെന്നു, അതുപോലെ തന്നെ ആങ്കറിങ് ശരിയായില്ല. കമലഹാസൻ പോയോടുകൂടിയിട്ട് അതിൻ്റെ പണികുറ്റം തീർന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ മോഹൻലാലിൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ സീസണോട് കൂടി തീർന്നു. മോഹൻലാൽ പുതിയ ബിഗ് ബോസിൽ എഗ്രിമെൻറ്റ് വെക്കുന്നില്ല എന്ന് അപ്പോഴേക്കും നമ്മുടെ സ്റ്റാർ TV ആ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻ നേരിട്ട് വിറ്റു, നമ്മുടെ ജിയോയ്ക്ക് വിറ്റോട് കൂടിയിട്ട് ജിയോ അതിൻ്റെ തിക്കും തിരക്കും ബഹളത്തിലായ കാരണമാണ് ഈ ബിഗ് ബോസ് ഇത്തിരി വൈകിയത്. പക്ഷേ അതിനേക്കാളും നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഇതിൽ നിന്ന് പിന്മാറി. ഒരു കാരണവശാലും ജിയോയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണത്. ജിയോ എടുത്തിട്ട് മോഹൻലാലല്ലാണ്ട് വേറൊരു നടനെ അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. പല ആൾക്കാരെ അവർ സമീപിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. മോഹൻലാൽ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് മലയാളത്തിലത്തെ സ്ഥിതി. അത്രയധികം അഡിക്റ്റായിരിക്കുന്നു മോഹൻലാലിനെ ഈ ബിഗ് ബോസ്. മോഹൻലാലിനെ വെച്ചാൽ ബിഗ് ബോസിൽ ഒരുപാട് ചീത്തപ്പേര് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മോഹൻലാൽ ഈ സീസണിൽ വേണ്ട എന്ന് വിചാരിച്ചിരിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് നമ്മുടെ എമ്പുരാനും അതുപോലെ തന്നെ ബറോസും എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത്. ആ സിനിമ എന്തായാലും മോഹൻലാലിന് ഏഷ്യാനെറ്റിന് വിൽക്കണം. ഏഷ്യാനെറ്റ് കൊടുക്കുന്ന അത്ര കാശ് വേറെ ആരും കൊടുക്കില്ല. അപ്പോൾ ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് OTT ഉണ്ട്. അപ്പോൾ മോഹൻലാലിൻ്റെ തീരുമാനങ്ങൾ പലതും മാറ്റേണ്ട വന്നു. മോഹൻലാൽ എടുക്കുന്ന പടങ്ങൾ ഈ ബിഗ് ബോസിൽ നിന്ന് പിന്മാറിയ കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആശീർവാദ് ഫിലിംസിൻ്റെ ഒറ്റ പടങ്ങളും ഏഷ്യാനെറ്റിനും വേണ്ട, അത് OTTക്കും വേണ്ട എന്നുള്ളൊരു സ്ഥിതി വരും. അപ്പോൾ ആ സ്ഥിതിയിൽ നിന്ന് മോഹൻലാലിൻ്റെ ആശീർവാദ് ഫിലിംസിൽ ഇറങ്ങുന്ന പടങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടി മോഹൻലാൽ വീണ്ടും 3 കൊല്ലത്തേക്ക് നിർബന്ധിതമായിട്ട് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി 3 വർഷം നമുക്ക് ബിഗ് ബോസ് മോഹൻലാലിനെയാണ് അത് ആങ്കർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഓരോ സീസണിലും കഴിഞ്ഞ സീസണേക്കാളും ഈ സീസണിൽ കുറച്ച് പൈസ കൂട്ടി എഗ്രിമെൻറ്റ് വെച്ചു ഉണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലം അതിൻ്റേതായുള്ള പൈസ കൂട്ടി എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു നിബന്ധന ജിയോ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ആശീർവാദ് ഫിലിംസിൻ്റെ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ അപ്പോൾ OTTയിലെയും അതുപോലെ ഏഷ്യാനെറ്റിൻ്റെയും ഫുൾ പേയ്മെൻറ്റ്, അഡ്വാൻസ് അല്ല, ഫുൾ പേയ്മെൻറ്റ് എന്ന് പടത്തിൻ്റെ പൂജ നടക്കുന്നു അന്ന് ഫുൾ പേയ്മെൻറ്റ് ചെയ്യണം എന്നാണ് മോഹൻലാൽ പറഞ്ഞുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യമാണ് സിനിമ ഷൂട്ടിങ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസുകൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്നുള്ള അഡ്വാൻസും ഈ ചാനലിൽ നിന്നുള്ള അഡ്വാൻസും OTT എന്നുള്ള അഡ്വാൻസും കിട്ടിക്കഴിഞ്ഞാൽ അതിലും കുറച്ച് കാശ് ബാക്കി ഇറക്കിയാൽ മതിയല്ലോ എന്നുള്ള ധൈര്യം ഇതാണ്. ജിയോയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല. മോഹൻലാൽ ഒരു പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാശ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഡയലോഗ് കൂടി മോഹൻലാൽ പറഞ്ഞു. എൻ്റെ ആശീർവാദ് ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന എമ്പുരാനും അതിലെ ബറോസും ഇനി വരാൻ പോകുന്ന പടങ്ങളും എത്ര പൈസയ്ക്ക് OTTയിലും ഏഷ്യാനെറ്റിലും കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ആൻ്റണി പെരുമ്പാവൂരാണ്. ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞ പൈസയാണ് കൊടുത്തോളണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ അധികമൊന്നും ഞങ്ങൾ ചോദിക്കില്ല. ഞങ്ങളെ പ്രൊഡക്ഷൻ്റെ കാശും മറ്റുള്ള കാര്യങ്ങളും കണക്ക് നോക്കിയതിന് ശേഷം ഒരു പൈസ പറയും. ആ പൈസയിൽ ബാർഗിം ഇല്ല, അത് കൊടുത്തിരിക്കണം എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അതും
ജിയോ അംഗീകരിച്ചു. നിങ്ങളുടെ സിനിമയല്ലേ, മോഹൻലാലിൻ്റെ സിനിമയല്ലേ, OTT-യിലായാലും ഏഷ്യാനെറ്റിലായാലും ഞങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് പ്രേക്ഷകരെ കിട്ടുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ട് ഈ നമ്മുടെ മോഹൻലാൽ പറയണ റെൻറ്റ് പൈസ അങ്ങോട്ട് ഇതിന് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ എഗ്രിമെൻ്റൊക്കെ വെച്ചിരിക്കുന്നത്. അത് മോഹൻലാലിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ സിനിമയില്ല, അതിൻ്റെ തിരക്കിലായാലും ആഴ്ചയിൽ ദിവസം നമ്മൾ ഈ കിടന്നിട്ട് TV-യിൽ ബിഗ് ബോസ് കാണില്ല, 100 ദിവസം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ 100 ദിവസത്തെ റെമോണ്ടേഷൻ വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിന് ഒരുപാട് ലാഭം. മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ കാശ് മുഴുവൻ ഈ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് മൂപ്പര് ചിലവാക്കുന്നത്. അല്ലാണ്ട് മൂപ്പര് അത് കൊണ്ടുപോയിട്ട് വേറെ പൂത്തി വെക്കുകയോ പത്തിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്വിസ് ബാങ്കിലിടുക, അതൊന്നല്ല മൂപ്പര് ചെയ്യുന്നത്. മൂപ്പർക്ക് ഒരു പടത്തിൽ പരസ്യത്തിൽ കിട്ടി കഴിഞ്ഞാലും സിനിമയ്ക്ക് കിട്ടി കഴിഞ്ഞാലും മൂപ്പര് അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതേ ഫീൽഡിൽ തന്നെയാണ്, ഇതേ സിനിമയ്ക്ക് തന്നെയാണ് മൂപ്പര്. അതേ സിനിമ എടുത്ത് ചിലത് നന്നാവും, ചിലത് പൊളിയും, അപ്പോൾ ചിലത് കാശ് പോവും. ലക്ഷങ്ങൾ മൂപ്പര് കൊണ്ട് പൊടിച്ചിട്ടുണ്ട്. അറബിക്കടലിലെ സിംഹമൊക്കെ എത്ര കാശ കൊണ്ടുവന്നിട്ട് അറബിക്കടലിൽ കലക്കി കളഞ്ഞത്, ബെറോസിന് എത്ര കാശ കൊണ്ട് കളഞ്ഞത്, എത്ര പടങ്ങൾ മൂപ്പരെ പൊളിഞ്ഞു പോയത്. അപ്പോൾ ഈ ഒരു മനുഷ്യനല്ലേ സമ്പാദിക്കാനുള്ളോ? പോണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല, കിട്ടണത് മാത്രം അറിയും. അതുപോലെ തന്നെ 10 രൂപ കിട്ടുന്ന തുടരും വന്നപ്പോൾ അത് മൂപ്പരെ ബാനറിൽ എടുത്തുമില്ല. അത് ആ കാശ് രഞ്ജിത്തും ചിപ്പിയും കൂടി കൊണ്ടുപോയി. അതിൽ മൂപ്പർക്ക് ഒരു റോളും ഇല്ല. അപ്പോൾ അതാണ് സ്ഥിതി. മോഹൻലാലിൻ്റെ ഇനി വരാൻ പോണ പടങ്ങൾക്കൊക്കെ ഇതേ ബൂസ്റ്റപ്പ് കിട്ടാനും ഈ ബിഗ് ബോസ് ഒരു കാരണമാണ്. പോരാത്തതിന് നമുക്ക് ദിവസം നമുക്ക് മോഹൻലാലിനെ ഫ്രീ ആയിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതും നമുക്കൊരു സന്തോഷം, പ്രേക്ഷകർക്കും സന്തോഷം. ആങ്കറായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും സന്തോഷമാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോ ഈ എഗ്രിമെൻറ്റുകളൊക്കെ അംഗീകരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഇല്ലെങ്കിൽ സ്പോൺസേഴ്സിന് ഇല്ല, മോഹൻലാൽ ഉണ്ടെങ്കിൽ സ്പോൺസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ മോഹൻലാൽ ഉണ്ടെങ്കിൽ ഓരോ ഏഡിനും പൈസ കൂടുതലാണ്, സെക്കൻഡിന് പൈസ കൂടുതല. അതേ സ്ഥാനത്ത് മോഹൻലാൽ പോയി വേറൊരു ആങ്കർ വന്നു കഴിഞ്ഞാൽ സ്പോൺസേഴ്സിന് തീരെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരസ്യം അവരെ കാണിക്കുന്ന പരസ്യം കാണാൻ ആൾ കിട്ടില്ല. മോഹൻലാൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പരസ്യം ഇരുന്ന് കണ്ടോളും, ചാനൽ പോലും ആൾക്കാർ മാറ്റാണ്ട് ബിഗ് ബോസ് ഇരുന്ന് കണ്ടോളും. അപ്പോൾ അതൊക്കെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാർക്ക് എന്താ, അവരെ പരസ്യം കൂടുതൽ ആൾക്കാർക്ക് എത്തുക എന്നുള്ളതാണ്. അതിനവർ പൈസ നോക്കാറില്ല. അപ്പോൾ മോഹൻലാലാണ് ആങ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നല്ല പൈസയാണ് പരസ്യത്തിന്. അത് ബ്രാൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആദ്യം തൊട്ട് അവസാനം വരെ ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ്സാണ് അത്. ആ ബിസിനസ്സിന് മോഹൻലാൽ ജിയോയ്ക്ക് അനിവാര്യമാണ്. പോരാത്തതിന് ഇപ്പം സീരിയൽ രംഗത്ത് ഒരുപാട് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. മറ്റ് പല ചാനലുകളും പല സീരിയലുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് സീരിയൽ രംഗത്ത് കുറച്ച് ഇടിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രേക്ഷകരെ കൂടി ഈ ബിഗ് ബോസിലേക്ക് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പണി വേണമെങ്കിലും ജിയോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ട് മോഹൻലാലിൻ്റെ എല്ലാ എഗ്രിമെൻറ്റുകളും മൂപ്പര് സമ്മതിച്ച് ഇപ്പം മോഹൻലാലിൻ്റെ പ്രമോ വന്നിരിക്കുന്നത്, സിനിമ മോഡലാണ് പ്രമോ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ പ്രമോ കണ്ടല്ലോ. മോഹൻലാൽ ഇങ്ങനെ കറുത്ത മുണ്ടെടുത്ത് അങ്ങോട്ട് ബൈക്കുമ്പോൾ ബുള്ളറ്റുമ്പോൾ വന്ന് ഇറങ്ങിയിട്ട് വാടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സീൻ, പ്രമൊക്കെ പൊളിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ ഇനി അടുത്ത പ്രമോ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. അത് കഴിയുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സ്ക്രീനിൽ വരുമ്പോൾ ഒരുപാട് ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ OTT-ക്കും ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇത് ആഗസ്റ്റ് മാസത്തിലായ കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് വിഷുവിനാണ് കണ്ടുതുടങ്ങുന്നത്. ഇപ്രാവശ്യം ഓണത്തിന് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക്. ഓണത്തിന് മോഹൻലാൽ എന്തായാലും അവിടെ ചെല്ലും, ഓണപ്പുടവ കൊടുക്കും, ഓണസദ്യ മോഹൻലാൽ എന്തായാലും ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കൂടിയാണ് ഓണസദ്യ മോഹൻലാലിൻ്റെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ബിഗ് ബോസിനെ നമ്മൾക്ക് എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അടിപൊളി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.